സ്വയം രക്ഷിക്കുക ഒപ്പം മറ്റുള്ളവരെയും എന്ന ടാഗ്ലൈനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന 2 ദിവസത്തെ പരിശീലനം ചേർന്നിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മലനിരകളിൽ ഈ മഞ്ഞിൻ്റെ താഴ്വരയിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം 5 റാങ്കും BSc സൈബർ ഫോറൻസിക്കിന് 100% പാസും നേടിയെടുക്കാൻ സാധിച്ച അഭിമാന മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഈ കോളേജിലെ ഹോട്ടൽ മാനേജ് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും വിദേശത്ത് വിത്ത് സാലറി ഇന്റേൺഷിപ്പിന് പോകുന്ന ഹോട്ടൽ മാനേജ് കോഴ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കോളേജിലെ ചെയർമാൻ ഇന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിന്റെയും ഫിഫ വേൾഡ് കപ്പിന്റെയൊക്കെ ഒഫീഷ്യൽ കേറ്ററിംഗ് ഡിവിഷൻ നോക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രിയങ്കരനായ ചെയർമാനാണ് അദ്ദേഹം. ഒരു വേൾഡ് ക്ലാസ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ കോളേജിനെ നയിച്ചു വരുന്നത്. ആദരണീയനായ ഫൗണ്ടർ വെരി റെവറൻഡ് ഡോക്ടർ ആന്റണി നിലമ്പേലിന്റെ യോഗത്തിന് ശേഷം ഈ കോളേജിനെ നാൾക്കുനാൾ മേൽക്കുമേൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് ശ്രീ ബെന്നി തോമസ് ആണ്. ഇവിടുത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് വിളിക്കുന്നത് ഏറെ ഊഷ്മളമാണ്. ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് സെന്റ് ആൻഡ്രീസ് കോളേജ്. നമ്മുടെ ജില്ല ഇടുക്കി എത്രത്തോളം സൗന്ദര്യമായിട്ട് ഉണ്ടോ അതേപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഡിസ്ട്രിക്റ്റായിട്ടും നമ്മൾ കാണാറുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജില്ലയിൽ തുടർച്ചയായിട്ട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പെട്ടിമുടി, കൊക്കയാർ സ്ഥലങ്ങളിൽ ഒത്തിരി അധികം ജീവനും നാശനഷ്ടമുണ്ടായിരുന്നു. സോ അന്ന് ഈ ദുരന്തത്തിലെല്ലാം ആദ്യം ഓടി വന്നത് നമ്മുടെ നാട്ടുജനങ്ങളാണ്, സാധാരണ ആൾക്കാരാണ്. അന്ന് എല്ലാവരും സൂപ്പർ ഹീറോസ് പോലെയാണ് ബിഹേവ് ചെയ്തത്. സൂപ്പർ ഹീറോസ് ആയാൽ പോലും ട്രെയിനിങ് വേണം. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സൂപ്പർ ഹീറോസ്ക്കും ഉള്ള ഒരു ട്രെയിനിങ് ആണ് ഈ 2 days പ്രോഗ്രാം മുഖേന ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ട്രെയിനിങ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ദുരന്തം വരാതിരിക്കാനും, അങ്ങനെ വന്നാൽ അത് നേരിടാൻ വേണ്ടി എന്തൊക്കെ കഴിവുകൾ വേണോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഈ ട്രെയിനിങ്ങിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടുത്തുള്ള എല്ലാവരോടും പങ്കുവയ്ക്കുക. മൊത്തം ജില്ലയും ഒരു ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ജില്ലയായിട്ട് മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു. ഇവിടെ വെച്ച് സ്കൂൾ കോളേജ് തലത്തിലുള്ള NSS, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് എന്നീ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന ഈ പരിശീലന പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ുള്ള വ്യക്തിത്വങ്ങളെ, അതിലേറെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു വ്യക്തി എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണ്ട, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ മകുടോദാഹരണമാണ് സെൻറ് ആൻഡ്രീസ് കോളേജ് പെരുവന്താനം. ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ, ഇവിടെ ഈ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള കോഴ്സുകൾ ഒക്കെ സമൂഹത്തിനും വളർന്നു വരുന്ന കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും പ്രയോജനപ്രദമായ കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുന്ന മുരിക്കമ്പയിൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാമിന്, ട്രെയിനിങ് പ്രോഗ്രാമിന് സെൻറ് ആൻഡ്രീസ് കോളേജുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ഇതിനെ ഓർക്കുന്നു.
പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ കല്ലമ്പള്ളി സാർ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെയേറെ നല്ല ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതുപോലെ ഒരു സ്ഥാപനത്തിനകത്ത് ഇത്രയും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയതിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ആ ടീമിന് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ കണ്ടു സാറിൻ്റെ കൂട്ടത്തിൽ വളരെ മനോഹരമായി വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്ന വലിയൊരു ടീം. അതാണ് ഈ കോളേജിൻ്റെ വിജയവും രഹസ്യവും. നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൈവറ്റ് കോളേജ് ഇങ്ങനെ ഒരു പരിപാടി 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത് വളരെ മാതൃകാപരമാണ്. സാഹബാ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹബാ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മൂകമായി വാർന്നു പിന്നിലാ ചന്ദനം സാഹബാ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹബാ മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ മഴക്കാലം കടൽ കാറ്റിൻ സ്വരം തന്നോ തിരളാന മാറി വില്ലി ചിരീണ ചുണ്ടിലുണ്ടോ ഒരു സാരിഗീത മൗനം എൻ സ്നേഹ സാധക സാഗബാ 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 ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹബാ
എൻ മൊഴിച്ചപ്പിൻ തലമുഖം വരം കേൾക്കേനിൻ മേക്കുമ്പിൽ കുളിർനാണം തളുരുന്നു അടിവാർന്ന നോവു പാട്ടിൽ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ സ്നേഹസാഗരം സാഹബ 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 എന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹബ എന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മൂകമായി വാർന്നു പിന്നിലാ ചന്ദനം പെയ്തനാവിങ്ങിയോ Lost